ബി.ജെ.പി നേതാവിനെ കണ്ടുവെന്ന് ശരിവച്ചതോടെ ഇടതുപക്ഷ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റുവാൻ ശുഷ്കാന്തി കാണിച്ച പിണറായി വിജയൻ എന്തുകൊണ്ട് ആർ.എസ്.എസ് നേതാക്കളെ കണ്ട എ.ഡി.ജി.പി. അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുന്നു? മുന്നണിയിലെ രണ്ടാമത്തെ വലിയ ഒറ്റകക്ഷിയായ CPI-യെ പോലും അവഗണിച്ച് എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്താൻ മാത്രം എന്ത് മഹിമയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനുള്ളത്? CPI പലതവണ ആവശ്യപ്പെട്ടിട്ടും അജിത് കുമാറിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. CPI-യിലെ ചില മുതിർന്ന നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുന്നത്. മുന്നണി ബന്ധം അവസാനിപ്പിച്ച് LDF-ൽ നിന്ന് പുറത്തു വരണമെന്ന തലത്തിലേക്ക് ചർച്ചകൾ വഴിമാറിയിട്ടുമുണ്ട്. KE ഇസ്മായിൽ എന്ന മുതിർന്ന CPI നേതാവ് തന്നെ ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. മുന്നണിക്കുള്ളിൽ എന്തും പറഞ്ഞിട്ട് തലയും കുലുക്കി ഇറങ്ങിപ്പോരെന്നതാണ് ഇന്നത്തെ CPI എന്നായിരുന്നു വിമർശനം. ഒരു കാലത്ത് LDF-ലെ അവസാന വാക്ക് CPI പറയുന്നതായിരുന്നു. ആവശ്യങ്ങൾ ഉന്നയിച്ച് അത് നേടിയെടുക്കാൻ കഴിവുള്ള നേതാക്കൾ അന്ന് CPI-യിൽ ഉണ്ടായിരുന്നു. ഇസ്മായിലിന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ മറ്റു നേതാക്കന്മാരും രംഗത്ത് വന്നിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിലപാട് പരസ്യമാക്കണമെന്നാണ് CPI നേതാക്കന്മാർ നേതൃത്വത്തിനോട് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും RSSനും ഇടയിൽ മറ്റ് ചിലർ മധ്യസ്ഥത വഹിക്കുന്നത് ഇതാദ്യമല്ല. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് RSSുമായുള്ള ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും കണ്ണൂരിൽ പതിവായപ്പോൾ P. പരമേശ്വരനാണ് ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. ഡൽഹിയിൽ വെച്ച് EK നായനാർ പരമേശ്വരനെ കാണുമെന്നായിരുന്നു തീരുമാനം. ആ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ കൊച്ചിയിൽ അതീവ രഹസ്യമായ ഒരു കൂടിക്കാഴ്ച നടന്നു. പോളിറ്റ് ബ്യൂറോ അംഗം P. രാമമൂർത്തിയും ആഭ്യന്തരമന്ത്രി TK രാമകൃഷ്ണനും RSS താത്വികനായ ദത്തോബാ തെങ്കാടിയുമായി ചർച്ച നടത്തി. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച തീരുമാനിച്ച ദിവസമാണ് അസാധാരണ സംഭവങ്ങൾ ഉണ്ടായത്. കണ്ണൂരിൽ കലക്ട്രേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യുവമോർച്ച നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് BJP സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും ഒക്കെയായ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. ഇവർക്ക് നേരെ പോലീസ് വെടിവെച്ചു എന്നാണ് ഡൽഹിയിലെത്തിയ വാർത്ത. അതോടെ ഡൽഹിയിലെ യുവമോർച്ച നേതാക്കൾ കേരള ഹൗസിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ മുഖ്യമന്ത്രി EK നായനാർ P. പരമേശ്വരനുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കി മടങ്ങി. പിന്നീട് ഒരിക്കലും ആ കൂടിക്കാഴ്ച നടന്നിട്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ യോഗാചാര്യൻ ശ്രീ M-ന്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയും വിവാദമായിരുന്നു. ശ്രീ M ആദ്യം P. ജയരാജനുമായി ചർച്ച നടത്തുന്നു. ജയരാജൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമായി സംസാരിച്ച് അരങ്ങൊരുക്കുന്നു. M ബുക്ക് ചെയ്ത മുറിയിലേക്ക് RSS പ്രാന്ത് കാര്യവാഹ് അഥവാ സംസ്ഥാന സെക്രട്ടറി P. ഗോപാലൻകുട്ടിയും പ്രൊജക്ട് പ്രമുഖ് വത്സൻ തില്ലങ്കേരിയും എത്തുന്നു. ടാക്സിയിൽ കോടിയേരി ബാലകൃഷ്ണൻ പിന്നാലെ വരുന്നു. ഒടുവിൽ വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. പോലീസ് എസ്കോർട്ട് ഇല്ലാതെയായിരുന്നു ആ വരവ്. ഇത്ര വിശദമായ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായതോടെ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും പിന്നീട് അത് സമ്മതിച്ചു. ADGP നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നതും ഇങ്ങനെയാണ്. 2023 മെയ് 20 മുതൽ 22 വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ RSS ചിന്തൻ ബൈഠക് നടന്ന സമയത്താണ് സംഭവം അരങ്ങേറിയത്. മോഹൻ ഭാഗത്ത് ഉൾപ്പെടെ പങ്കെടുത്ത ആ ബൈഠക്കിലേക്ക് ആണ് ADGP M.R. അജിത് കുമാർ പോയത്. തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം നിർത്തിയിട്ട ശേഷം മറ്റൊരു കാറിൽ ADGP സ്കൂളിലെത്തി. ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായി ചർച്ച നടത്തി. ഇത്രയും കാര്യം വസ്തുതാപരമായി അന്വേഷിച്ചാൽ തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടിരിക്കുന്നത്. അത് വലിയ വിഷയമാക്കി മാറ്റുവാൻ CPI തുനിഞ്ഞിറങ്ങുമ്പോൾ മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.